ചേംബർ ഇന്റർനാഷണലിന്റെ ബിസിനസ് വിഭാഗമായ ജേകോമിൽ ഇപ്പോൾ സംരംഭകർക്ക് ഭാഗമാകാം. ഒരു സംരംഭകന് തന്റെ ബിസിനസ് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മികച്ച രീതിയിലേക്ക് ഓരോ ദിവസവും പടിപടിയായി ഉയർത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിന്റെ കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടാണ് ജേകോം പ്രവർത്തിക്കുന്നത്. നമസ്കാരം, ഞങ്ങൾ ജേകോം എൽ മഞ്ചേരി 1.0 എന്ന് പറഞ്ഞിട്ട് ഏകദേശം 6 മാസത്തോളമായി മഞ്ചേരിയിലെ കയ്യാലത്ത് റെസ്റ്റോറൻറ്റിൽ വെച്ച് വളരെയധികം ടേബിൾ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ജേകോം എന്ന് പറഞ്ഞാൽ JCIയുടെ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ് ജേകോം എന്നുള്ളത്. ബിസിനസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഉപകാരപ്രദമാവുന്ന ഒരു മേഖലയാണ്, ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ് ജേകോം എന്നുള്ളത്. അവരുടെ ബിസിനസ് പരസ്പരം കണക്ട് ചെയ്യാനും പരസ്പരം ബിസിനസ് ചോദിക്കുവാനും അല്ലെങ്കിൽ റെഫറൻസ് കൊടുക്കുവാനും ഒക്കെ ഉപകാരപ്രദമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ജേകോം എന്നുള്ളത്. ജേകോം എന്ന് പറയുന്നത് ഇങ്ങോട്ട് പ്രവേശനം ഓരോ ബിസിനസ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരാൾക്ക് മാത്രമാണ് ഇതിൽ പ്രവേശനമുള്ളത്. അതായത് വ്യത്യസ്തമായ, നമുക്കറിയാം ഒരുപാട് വ്യത്യസ്തമായ കാറ്റഗറീസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു കാറ്റഗറീസിൽപ്പെട്ട ഒരാൾക്ക് മാത്രമാണ് ജേകോമിലേക്ക് പ്രവേശനമുള്ളൂ. അത് എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാറ്റഗറി ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ പരസ്പരം ഓരോ കാറ്റഗറിയിലെ ആളുകൾക്ക് ബിസിനസ് റെഫർ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഒരു മാസത്തിൽ 4 ആഴ്ചയിലാണ് മീറ്റിംഗ് നടക്കുന്നത്. മഞ്ചേരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബുധനാഴ്ചയാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കയ്യാലത്ത് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. രാവിലെയാണ് 7:30 തന്നെ നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടി എല്ലാവരും ഒത്തുചേരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ജേകോം. 4 ആഴ്ചയിൽ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് ഗ്രോത്ത് കോൾ മീറ്റിംഗ് ആണ്. രണ്ടാമത്തേത് വരുന്നത് സൊല്യൂഷൻ ബോർഡ് മീറ്റിംഗ് ആണ്. മൂന്നാമത്തേത് ലേണിംഗ് മീറ്റിംഗ് ആണ്. നാലാമത്തേത് C2C മീറ്റിംഗ് ആണ്. അത് കൊളാബറേഷൻ മീറ്റിംഗ് ആണ് നടക്കുന്നത്. ഗ്രോത്ത് കോൾ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നല്ല ഗ്രോത്ത് വേണം. അപ്പോൾ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ബിസിനസ് ആളുകൾക്കും അവരുടെ ബിസിനസ് ഏത് രീതിയിൽ എങ്ങനെ ഗ്രോത്ത് ചെയ്യാം എന്നുള്ള വ്യക്തമായ ഒരു അറിയാനും അതുപോലെ തന്നെ അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും ഉപകാരപ്രദമാകുന്ന ആദ്യത്തെ ആഴ്ചയിലെ മീറ്റിംഗ് ആണ് ഗ്രോത്ത് കോൾ മീറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ബോർഡ് മീറ്റിംഗ് ആണ്. സൊല്യൂഷൻ ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓരോ ആളുടെയും ബിസിനസ്സിൽ പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ക്രൈസിസ് ഉണ്ടായിരിക്കാം, പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഇതിനൊക്കെ ഉത്തമമായ രീതിയിൽ പരിഹാരം ലഭിക്കാൻ പല ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ജേകോം പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു മീറ്റിംഗ് ഉപകാരപ്രദമാണ്. കാരണം എന്താ വെച്ചാൽ വ്യത്യസ്തമായ രീതി, അത് മീൻസ് മാനേജ്മെൻറ്റ് ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലെവലിലാണെങ്കിലും മറ്റുള്ള HR ലെവലിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് എൻ്റെ ബിസിനസ്സിന് എനിക്ക് ഒരു സൊല്യൂഷൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു സൊല്യൂഷൻ ബോർഡ് ഉണ്ട്. ആ ബോർഡ് വ്യക്തമായ രീതിയിൽ എഫക്റ്റീവ് ആകുന്ന രീതിയിൽ നല്ലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേകോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൊല്യൂഷൻ ബോർഡ് മീറ്റിംഗ് ജേകോം മെമ്പേഴ്സിന് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. മൂന്നാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ലേണിംഗ് മീറ്റിംഗ് ആണ്. ലേണിംഗ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച് ചെയ്യണമെന്ന് പറയാറുണ്ട്. പഠിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ രീതിയിൽ നമുക്കറിയാം പല ആളുകളും പല ആളുകളുടെയൊക്കെ സജഷൻസ്, അത് ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ആളുകളാവണമെന്നില്ല. ഏതെങ്കിലും ഒരു ബിസിനസ്സിനെ കുറിച്ച് കേട്ടറിഞ്ഞോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടോ പെട്ടെന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ആ ബിസിനസ്സിൽ വേണ്ട രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ പെട്ടെന്ന് ക്ലോസ് ആകുന്ന സിറ്റുവേഷൻ കാണാറുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള പഠനം ഇല്ല എന്നുള്ളത് തന്നെയാണ്, ലേണിംഗ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ജേകോം മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളുകളാണെങ്കിലും എക്സിസ്റ്റിംഗ് ബിസിനസ് മാൻ ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞതും അതുപോലെ തന്നെ അറിയാനുള്ളതും കൂടുതൽ പഠിക്കാനുള്ളതുമായിരിക്കുന്ന ഒരുപാട് ലേണിംഗ് സെഷൻ പുറത്തുനിന്നുള്ള ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് തന്നെ നല്ല രീതിയിൽ നമ്മളിവിടുന്ന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും അവരുടെ ബിസിനസ് എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ലേണിംഗ് ക്ലാസ് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബിസിനസ്സിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. നാലാമതായിട്ട് കൊളാബറേഷൻ മീറ്റിംഗ് ആണ്. കൊളാബറേഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മഞ്ചേരി ജേകോം പോലെ തന്നെ ഇത് അറിയപ്പെടുന്നത് സോൺ 21 ആണ്, മേഖല 21 ആണ്. ഇവിടെ മഞ്ചേരിയിലെ പോലെ തന്നെ കൊണ്ടോട്ടിയിൽ, കോഴിക്കോട്, ചെമ്മാട്, കോട്ടക്കൽ ഇങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും ജേകോം നല്ല രീതിയിൽ കൂടുതൽ മെമ്പേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്.
അപ്പോൾ C2C മീറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒരു നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അല്ലെങ്കിൽ 1-2 ടേബിൾസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ 2-3 ടേബിൾസ് ഉൾപ്പെടുത്തിക്കൊണ്ടോ ഒരു ഹാളിൽ വെച്ചിട്ട് എല്ലാ മെമ്പേഴ്സിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും ബിസിനസ് റെഫർ ചെയ്യാനും പറ്റുന്ന ഒരു കൊളാബ് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് ആണ് കൊളാബറേഷൻ മീറ്റിംഗ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് പല ബിസിനസ് മേഖലയിലുള്ള ആളുകൾക്കും മീൻസ് ജേക്കോമിലുള്ള പല ബിസിനസ് മേഖലയിലുള്ള ആളുകൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്, ആവുന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ കൊളാബറേഷൻ മീറ്റിംഗ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മീറ്റിംഗ് സെഷനാണ് കൊളാബറേഷൻ മീറ്റിംഗ്. ഈ 4 മീറ്റിങ്ങുകളാണ് പ്രധാനമായിട്ടും ജേക്കോമിൽ ഉള്ളത്. ഓക്കെ, നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ഓരോ ആളുകൾക്കാണ് ഇവിടെ പ്രവേശനം ഉള്ളത്. അങ്ങനെ ഇവിടെ ഏകദേശം 32ഓളം മെമ്പേഴ്സ് ഇപ്പോൾ നമുക്ക് നിലവിൽ മഞ്ചേരിയിലുണ്ട്. നമുക്ക് അതായത് ജേക്കോം എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ പോലും ചിലപ്പോൾ അതൊരു ക്ലാസിഫൈഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാറ്റഗറി ബേസിൽ, കാരണം നമുക്ക് 60 മെമ്പേഴ്സിന് വരെ നമുക്ക് ടേബിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ വിവിധ കാറ്റഗറീസ് നമുക്ക് ഇപ്പോൾ ഒഴിവുകളുണ്ട്. 28ഓളം ഒഴിവുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഹെഡ് ടേബിൾസ് അല്ലെങ്കിൽ ഓർഗനൈസിങ് മെമ്പേഴ്സിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അത് അറിയാൻ പറ്റും. നിലവിൽ എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നു എന്നുള്ളത് വലിയൊരു നമ്പറാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഏകദേശം ഞങ്ങൾ 6 മാസത്തോളം ആയി ഈ ടേബിളിൽ നിൽക്കുന്നു. ഈ 6 മാസത്തിനിടയ്ക്ക് ഏകദേശം 35 ലക്ഷത്തോളം ബിസിനസ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു മഞ്ചേരി ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ അഭിമാനപൂർവ്വം അറിയിക്കുകയാണ്. അതും മാത്രമല്ല, ഈ ഇവിടെ വരുന്ന ഓരോ മെമ്പർമാർക്കും അവരുടെ ബിസിനസ് ഡെവലപ്പ് ആക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത് ആവുന്ന രീതിയിലുള്ള ബിസിനസ് ഇവിടുന്ന് പരസ്പരം റെഫറൻസിലൂടെ ലഭിച്ചു എന്നതും ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുന്നുണ്ട്.